സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്നുള്ളൊരു വാർത്ത വരികയാണ്. ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നു ഹൈക്കോടതി. പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമേ ശുചിമുറി ഉപയോഗിക്കാനാകൂ. സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജന ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നുള്ളത് സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു. സർക്കാർ നടപടി തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ. എനിക്കും ഈ സമൂഹത്തിലുള്ള ഓരോ ആൾക്കാർക്കും പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, പെട്രോൾ പമ്പുകളിൽ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ തുറന്നു കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പൊതുജനങ്ങളെന്ന് പറയുമ്പോൾ പല വിധമാണ്, പല വിധത്തിലുള്ള ആൾക്കാരാണ്. പല വിധത്തിലുള്ള ആൾക്കാർക്ക് അവർക്കത് തുറന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായില്ലേ? അത് ശരിയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്യാവശ്യ സാഹചര്യങ്ങൾക്ക് ചിലപ്പം തീർച്ചയായിട്ടും മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർക്ക് തുറന്നു കൊടുക്കാം. ഇതിന് മുമ്പ് ഇതുപോലൊരു സ്ത്രീക്ക് രാത്രി യാത്രയിൽ ഇപ്പോൾ പെട്രോൾ പമ്പിലുള്ള ശുചിമുറി തുറന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ കേസ് ഫയൽ ചെയ്യുകയും പെട്രോൾ പമ്പ് ഉടമ നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയും വന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സർക്കാർ അങ്ങനെ പൊതു പമ്പുകൾ തുറന്നു കൊടുക്കണമെന്നുള്ളത് കൊണ്ടുവന്ന് ഹൈക്കോടതി പറഞ്ഞു അത് പറ്റില്ല എന്നുള്ളതിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു അപേക്ഷയാണ്, പൊതുസമൂഹത്തിൽ നിന്നുള്ളൊരു അപേക്ഷയാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും പറയുന്നതുമായിരിക്കും മനസ്സിലുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സർക്കാർ ചെയ്യേണ്ടത് എവരി 5 കിലോമീറ്റർ ഓരോ പൊതു ശൗചാലയം ഉണ്ടാക്കുക. പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പം ഞാൻ മലയങ്കീഴ് പഞ്ചായത്തിലാണ്. മലയങ്കീഴ് പഞ്ചായത്തിൽ ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട്. വളരെ വൃത്തിയായിട്ടും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പൊതു ശൗചാലയമാണുള്ളത്. അതുപോലുള്ള ഓരോ സ്ഥലങ്ങളിലും, ഓരോ പഞ്ചായത്തുകളിലും, അല്ലെങ്കിൽ ഓരോ ബസ് സ്റ്റോപ്പുകളിലാണ് മെയിനായിട്ട് വേണ്ടത്. മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പുകളിൽ അവിടെ സ്ത്രീകൾ, പുരുഷന്മാരാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെയെങ്കിലുമൊക്കെ ഉള്ള രീതിയിലേക്ക് അവരൊന്ന് അഡ്ജസ്റ്റ് ആക്കും. പൊതു സ്ഥലങ്ങളിൽ മൂത്രമൊഴിച്ചുകൂടാന്നുള്ളതൊക്കെയാണ്. പക്ഷേ മൂത്രമൊഴിക്കുക മാത്രമല്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പുകളിൽ അവിടെ ഒരു പൊതു ശൗചാലയം അത്യാവശ്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ തുട്ടുകളിട്ടിട്ട് കോയിൻസ് ഇട്ടിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ശംഖുമുഖം അതുപോലുള്ള മെയിൻ സെൻറ്റേഴ്സിലൊക്കെ ഒരുപാട് വന്നതാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. എല്ലാം ഇപ്പോൾ അവിടെ ചവറും പ്ലാസ്റ്റിക്കുകളും മദ്യക്കുപ്പികളും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്ഥലമായിട്ട് മാറി. അത് കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്നതിനപ്പുറം അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ളൊരു കടമ നമ്മളെ പൊതുസമൂഹത്തിനുണ്ട്. അതോടൊപ്പം അതിനൊരു സ്റ്റാഫ് നിയോഗിച്ചിരുന്നാലും പ്രശ്നമില്ല. കാരണം ഇതൊരു മെയിനായിട്ടുള്ള നമ്മുടെ ഒരു പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ മൂത്രമൊഴിക്കുന്നതും നമ്മൾ പറഞ്ഞ ഒന്നിന് പോണതും രണ്ടിന് പോണതും ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ഹൈക്കോടതിക്ക് വേറെ എന്തെല്ലാം നിയമങ്ങളുണ്ട്. അപ്പോൾ ഹൈക്കോടതി പറയേണ്ടത്, നമ്മളിപ്പോൾ നിയമത്തിന് എതിരായിട്ട് പറയുന്നതല്ല, പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബദൽ സംവിധാനം കൊണ്ടുവരണം എന്നും കൂടെ അവർ കൊണ്ടുവരണമായിരുന്നു. ഇല്ല, ഇവർ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒന്നും പറ്റില്ല, എവരി 5 കിലോമീറ്റർ. അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ പൊതു ശൗചാലയം ലേഡീസ് ആൻഡ് ജെൻസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം എന്നും കൂടെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അപ്പോൾ പൊതുവായിട്ടുള്ള പബ്ലിക് നമ്മുടെ പമ്പിലെ ടോയ്ലറ്റുകൾ യൂസ് ചെയ്യില്ല. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോഴോ അല്ലാതെ പോകുമ്പോഴോ ഈ പെട്രോൾ പമ്പുകളുടെ ടോയ്ലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് ഡീസൽ അടിക്കണോ പെട്രോൾ അടിക്കണോ നിർബന്ധമൊന്നുമില്ല. നിർബന്ധം ഞാൻ വരാറില്ല. പലയിടത്തും ഞാൻ അടിക്കുന്ന സ്ഥലങ്ങളിൽ കയറാറും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി കൊണ്ട് ഒതുക്കും, ജസ്റ്റ് അവിടെ ചോദിക്കും, ചേട്ടാ ഒന്ന് ടോയ്ലറ്റ് ഉപയോഗിച്ചോളാം പറയും. നമ്മളത് വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പൊതുജനത്തിന്, അതായത് പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ പലരും അതിനകത്ത് കയറിയിട്ട് മിസ്യൂസ് ചെയ്യും, അല്ലാതെ വൃത്തികേടാക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നൊരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം പമ്പുകാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതൊരു വേറൊരു യാഥാർത്ഥ്യം. പക്ഷേ അത്യാവശ്യ സാഹചര്യങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ടൂർ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ കയറേണ്ട അവസ്ഥ വരും. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ എന്ത് ചെയ്യും? പൊതു സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലായിടത്തും വീടുകളും കടകളും ഒക്കെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് വണ്ടി എവിടെയെങ്കിലും ഓടിച്ചു പോകുമ്പോൾ ചെറിയൊരു ഏരിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും, മുക്കാമൂലയെ കിട്ടും, നമ്മൾ കാര്യങ്ങൾ സാധിക്കും. പക്ഷേ ഇന്നെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്ന് എല്ലായിടത്തും വീടുകളാണ്, എല്ലായിടത്തും കടകളാണ്, എല്ലാം ഹൈടെക്കായി മാറിക്കഴിഞ്ഞ ഒരവസ്ഥ. അപ്പോൾ നമുക്ക് അതാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ഇപ്പം മലയങ്കീഴ് പഞ്ചായത്തിലുണ്ട്. അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലും തീർച്ചയായിട്ടും നല്ലൊരു കംഫർട്ട് സ്റ്റേഷൻ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ ഈ പമ്പുകളിൽ പോയി പൊതുജനം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ പമ്പുകാർക്ക് മനുഷ്യത്വം ഉള്ള അവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല കസ്റ്റമേഴ്സാണ് എന്ന് തീർച്ചയായിട്ടും അവർക്ക് താക്കോൽ കൊടുക്കുക, തുറന്നു കൊടുക്കുക. അല്ലെങ്കിൽ മാളുകളിലൊക്കെ ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാ പൊതുജനങ്ങൾക്കും ചിലപ്പോൾ തുറന്നു കൊടുക്കാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിയമം കൊണ്ടുവരുമ്പോൾ അങ്ങനെയും കൂടെ കൊണ്ടുവരണ്ടേ? എന്താണ് നമ്മളിപ്പോൾ പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ പ്രാഥമികമായ ആവശ്യമല്ലേ ഇത്? അപ്പോൾ ഞാൻ പറഞ്ഞതിലോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞതിൽ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറയൂ.
ഇവർ 5 കിലോമീറ്റർ, അത് നമ്മുടെ സർക്കാരിനോടുള്ളൊരു അപേക്ഷയൊന്നുമല്ല, നമ്മുടെ അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവകാശമായിട്ട് പറയുന്നത്. 5 കിലോമീറ്റർ കൂടുമ്പം അല്ലെങ്കിൽ എവരി മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പുകളിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഒരു ടോയ്ലറ്റ് സംവിധാനം, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള കടമയും പൊതുസമൂഹത്തിനുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ യോജിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ഈ നിയമത്തെ സ്വാഗതം ചെയ്യുന്നോ അതോ എതിർക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്താം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, നിങ്ങൾ നമ്മുടെ വീഡിയോസിന് നേരുന്ന സപ്പോർട്ടിനും കമൻസിനും വിമർശനങ്ങൾക്കും ഒക്കെ ഒരുപാട് സ്നേഹം. എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.